ഇന്ന് ഞായറാഴ്ചയായിട്ട് അമ്മ മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മീനില്ല, പകരം ചിക്കനാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ബീഫാണ് മേടിക്കുക, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അടുത്തുനിന്ന് ചിക്കൻ തന്നെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല, മീനൊക്കെ ഭയങ്കര കുറവാണ്, അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി എടുത്തു. ഓട്ടുരുളിക്കകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് കറുകപ്പട്ട, പെരുംജീരകം, ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം തന്നെ സവാള അരിഞ്ഞതാണ് ഇട്ട് വഴറ്റുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ നല്ല രീതിയിൽ വഴലാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കീറിയതും ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കിഴങ്ങും കൂടെ നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ബീഫിനാണ് നമ്മൾ കിഴങ്ങൊക്കെ ചേർക്കുക, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അതിൻ്റെ കൂടെ ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ വഴന്നതിന് ശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് തട്ടിപ്പൊത്തി വേവിക്കാൻ വേണ്ടിയിട്ട് ചിക്കനും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുകയാണ് കേട്ടോ. ഇളക്കി ലാസ്റ്റ് ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇല്ലാതെ ഞാൻ ഒരു ചിക്കൻ കറിക്കും ആ ഒരു ഫിനിഷിങ് വരുത്തത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിക്കൻ മസാല ചേർക്കാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് ഞാൻ കുരുമുളകും കൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ട് വാഴയില വെട്ടി അത് നല്ല രീതിയിൽ അടച്ച് മൂടി വെച്ച് വേവിച്ചതേ ലാസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. റോസ്റ്റ് എന്ന് വെച്ചാൽ റോസ്റ്റ് ആണെന്നും പറയാം, കറി എന്ന് വെച്ചാൽ കറിയാണെന്ന് പറയാം. പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ചീനിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീനി കറിയും വെച്ചു, നമ്മളെ ചിക്കൻ കറി അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തതും കൂടെ ആയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാമെന്ന് കരുതി അങ്ങനെ വാഴയില വെട്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ കപ്പയും നമ്മുടെ ചിക്കനും എല്ലാം കൂടി ചേർത്തിട്ട് ഇന്ന് അതാണ് ഗൈസ് കഴിക്കുന്നത്. ചോറ് കഴിക്കാനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഞാൻ പോയിച്ച് വരാമേ. ഞാൻ കഴിക്കുന്നത് കണ്ട് ആക്രാന്തം മൂത്ത് പ്രാന്തായി അവിടെ ഇരുന്നോളൂ. ഓക്കെ, ബൈ ഗൈസ്. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം.